ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മളെല്ലാം ഒത്തിരി സ്നേഹങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. പലതരത്തിലുള്ള സ്നേഹങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. നമ്മൾ പറയാറില്ലേ, ആ വ്യക്തിയെ സ്നേഹിക്കണ്ടായിരുന്നു എന്ന് കുറേ നാൾ സ്നേഹിച്ചിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ ചിലരോട്? ആ സ്നേഹം വേണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത്? നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത് പിന്നീടാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. എത്ര തരത്തിലുള്ള പ്രധാനപ്പെട്ട 3 സ്നേഹങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 3 സ്നേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. 3 സ്നേഹം. ഒരു സ്നേഹം ഇതാണ്, അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, അമ്മ ബാക്കി എന്താ? മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. അപ്പോൾ ഒരു സ്നേഹത്തെ പൊട്ടിച്ചു, അവിടെ തോപ്പിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്, അമ്മ മറന്നാലും ദൈവം നിന്നെ. അപ്പോൾ ഒരു ചോദ്യമാണ്, അമ്മ മറക്കുമോ? മറക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മറക്കും, ഉറപ്പായിട്ടും മറക്കും. ഒരു കേസ് വന്നു, 4 പേര് ചോദ്യം ചെയ്തു, പലരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ മറന്നതുപോലെ നടിക്കും, മറക്കും. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മൾ ഇതിനോടകം പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഒരു കൊച്ചിനെ ഇന്ന ഓടയിൽ കിടന്ന് കിട്ടി, വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിരുന്ന് കിട്ടി, ഇന്ന സ്ഥലത്തൊരു കൊച്ചിനെ മറന്നു വച്ചിട്ട് അമ്മ പോയി. പക്ഷെ അപ്പോൾ ഒരു കാര്യമുണ്ട്, അമ്മ മറക്കും. അപ്പോൾ ആദ്യത്തെ സ്നേഹത്തേക്കാൾ വലുതാണ് ആരുടെ സ്നേഹം എന്ന് പറഞ്ഞ്? ആരുടെ സ്നേഹമാണ്? ദൈവത്തിൻ്റെ സ്നേഹം. രണ്ടാമത്തെ ഒരു സ്നേഹമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹം. കാര്യം അതിനകത്ത് കുറച്ച് വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ആ സ്നേഹം ഒരു ആഴമുള്ള സ്നേഹമാണ്. എന്ത് വഴക്കാ, എന്ത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലും ആ സ്നേഹം അങ്ങനെ കുറേ നിലനിൽക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹം. എനിക്കത് മനസ്സിലായത് 2 അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. 2 അനുഭവങ്ങൾ കൊറോണ കാലത്ത് ഉണ്ടായ ഒരനുഭവമാണ്. ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ അയാളുടെ ഭാര്യ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരാളെ വിളിച്ച് എൻ്റെ വാട്സപ്പ് നമ്പർ മേടിച്ചിരുന്നു. എന്നിട്ട് ആ ഭാര്യ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് സംശയരോഗമാണ്. അവർ 2 പേരും നേഴ്സുമാരാണ്. ഇവിടെയല്ല, UAE, ദുബായിൽ. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഒരിക്കലും ഒരു സന്തോഷമില്ല. എന്നും മിക്ക ദിവസങ്ങളിലും വഴക്കാണ്. കാരണം ഈ ഒരു വിഷയമാണ് വഴക്കുണ്ടാകാൻ കാരണം, സംശയം. പക്ഷെ ആ വ്യക്തിക്ക് കൊറോണ കാലത്ത് പനി വന്ന് 3-ാം ദിവസം മരിച്ചുപോയി. ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പനി വന്നു, നോർമലായ പനിയാണെന്ന് വിചാരിച്ചു. പക്ഷെ 3-ാം ദിവസം മരിച്ചു. ബോഡി നാട്ടിലേക്ക് പോലും കൊണ്ടുവന്നില്ല. അന്നേരം വളരെ സീരിയസ് ആയി കൊറോണ നിൽക്കുന്ന കാലത്തായിരുന്നു. അവിടെ തന്നെ മണലിൽ ശവസംസ്കാരം നടത്തി ഗവൺമെൻറ് അടക്കി. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ഇവർ ജീവിച്ചിട്ടില്ല അധികം നാൾ. എന്നും വഴക്കും വിഷമവും പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഭാര്യ പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ ഭാര്യ പറയുകയാണ്, ആ മനുഷ്യൻ ഉണ്ടായിരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ വില ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം ഇല്ലാതിരുന്നപ്പോഴാണ് ആ മനുഷ്യൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് പറഞ്ഞത്? മരിച്ച് അടക്കം അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവരെന്നും വഴക്കായിരുന്നില്ല, മരിച്ചു പോയത് ഭാഗ്യമായിട്ടല്ലേ കാണുന്നത്. നമ്മൾ നോർമലായിട്ട് ചിന്തിക്കും, ഇയാൾ രക്ഷപ്പെട്ടില്ലേ. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരാൾ ജീവിതത്തിലുള്ളതിൻ്റെ വില ഞാൻ അറിഞ്ഞത്. ഇങ്ങനെയാ പലരും. ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ല, ഇല്ലാതാകുമ്പോൾ നമ്മളതിൻ്റെ വില മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ആ വാക്കിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവർക്ക് എന്തൊക്കെ വഴക്കായാലും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്ന്. അല്ലേ അങ്ങനെ പറയില്ലല്ലോ. വേറൊരു വ്യക്തി നാട്ടിലാണ്, അയാൾ മദ്യപാനിയാണ്, വഴക്കാണ്.
അയാൾ ചുമട്ട് തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്. പോലീസിൽ പല സ്റ്റേഷനിലും കേസുണ്ട്, അടിപിടി കേസിൽ പല കേസുകളുണ്ട്. മക്കൾക്കൊക്കെ അയാൾ അങ്ങ് ദൂരേന്നേ വരുമ്പോഴേ പേടിയാ, വിറയ്ക്കും. ഭയങ്കര ആരോഗ്യം, ഭയങ്കര മദ്യപാനം എല്ലാം ഉള്ള ആളാണ്. മക്കൾക്കൊക്കെ നല്ല അത്യാവശ്യം പ്രായമായി, എന്നാലും പേടിയാണ്. ഭാര്യയ്ക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ആ സ്ത്രീ അലക്കാൻ പുഴയിൽ പോയതാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും ആളെ കാണാതെ അന്വേഷിച്ച് ചെല്ലുമ്പം വെള്ളത്തിൽ മരിച്ചു കിടപ്പുണ്ട്. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അറിഞ്ഞു ഹാർട്ട് അറ്റാക്ക് വന്ന് പുറകോട്ട് മറിഞ്ഞതാണെന്നാണ് അറിഞ്ഞത്. ആ വെള്ളത്തിൽ കിടന്ന് മരിച്ചു. ഒരു അറ്റാക്ക് വന്നു, അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുഴയിലേക്ക് വെള്ളത്തിലേക്ക് വീണു, മരിച്ചു. വെള്ളത്തിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് പുഴയിൽ. ശവസംസ്കാരം കഴിഞ്ഞ പിന്നെ ഈ മനുഷ്യൻ പള്ളിയിൽ നിന്ന് വീട്ടിൽ ചെന്ന പിന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3, 4, 5, 6, 7 മിണ്ടുകയില്ല, മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല, വാ തുറക്കില്ല. ഇരിപ്പുണ്ട് അങ്ങനെ ഒരാള്. അപ്പൊ സുഹൃത്തുക്കൾ വിളിച്ചു, പേര് വിളിച്ചു, ഡാ എഴുന്നേറ്റേ, നീ ഇങ്ങോട്ട് വന്നേ, തിണ്ണേ വന്നിരുന്നേ. അനങ്ങത്തില്ല. ഒരാൾ, ജീവനുള്ള ഒരാൾ ചുമ്മാതിരിക്കുന്നു. ഒരു സ്റ്റക്കായതുപോലെ. കൗൺസിലറിനെ വീട്ടിൽ കൊണ്ടുവന്നു. പള്ളിയിൽ നിന്ന് ആളുകൾ വന്നു. എന്തൊക്കെയോ പല കാര്യങ്ങളും ചെയ്തു നോക്കി, അനങ്ങത്തില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നപ്പോൾ അയാൾ വാ തുറഞ്ഞു പറഞ്ഞ മറുപടി എന്നറിയാമോ? എൻ്റെ ഭാര്യ മരിച്ച പിന്നെ ഞാനും മരിച്ചതുപോലായി, ഇനി ഞാനിപ്പോൾ എന്തിനാ? അതായത് ഇയാൾ ഭയങ്കര ധീരനും ശക്തനും ഒക്കെയാണ്. ഭാര്യ മരിച്ചപ്പോൾ പിന്നെ അയാൾ അപ്സെറ്റായിപ്പോയി, ഡൗൺ ആയിപ്പോയി, മൈൻഡ് ഓഫായിപ്പോയി. അപ്പോൾ എന്താ വഴക്കുണ്ടായിരുന്നപ്പോഴും ഈ ബന്ധം ഒരു വലിയ ബന്ധമായിരുന്നു, അയാളുടെ ജീവിതത്തിലൊരു ധൈര്യമായിരുന്നു. പക്ഷെ ആ വ്യക്തി പെട്ടെന്ന് മരിച്ച പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, അയാളുടെ ധൈര്യം അവിടെ പോയി. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവർ തമ്മിൽ മിക്ക ദിവസം വഴക്ക്, ബഹളം, കള്ളുകൂടി എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും എവിടം വരെയുള്ളൂ ആ സ്നേഹത്തിൻ്റെ ദൂരം? എവിടം വരെ ആയിരിക്കും? നിങ്ങളുടെ പള്ളിയുടെ സിമിത്തേരി വരെയുള്ളൂ. അത് കാമുകനായാലും കാമുകിയായാലും, ഭാര്യയായാലും ഭർത്താവായാലും, മകനായാലും മകളായാലും, അപ്പനായാലും അമ്മയായാലും, അച്ഛനായാലും എത്രാനായാലും ആരായാലും ഒരാളുടെ അടക്കിന് നിങ്ങൾ എവിടം വരെ പോവും? ആ സിമിത്തേരി വരെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും പറയുമോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മരിച്ചത്, നിങ്ങളൊക്കെ പൊക്കോ, ഞാൻ ഇന്നിവിടെയാണ് കിടക്കുന്നത്? ഇന്നുവരെ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെയും? ശവസംസ്കാരം കഴിഞ്ഞ് പെട്ടി കുഴിയിലേക്കാക്കി സ്ലാവിട്ട് മൂടിയാൽ പിന്നെ കാല് വയ്ക്കുന്നത് തിരിച്ച് വീട്ടിലേക്കാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേ പോവുള്ളൂ. കൂട്ടിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും പതുക്കെ 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 നടന്നുപോയി ആ കല്ലറ മാത്രം അവിടെ അങ്ങനെ അവശേഷിക്കും. വിശ്വാസം എന്നാന്ന് പറയട്ടെ, ഞാൻ മരിച്ചു, എൻ്റെ ശവസംസ്കാരം കഴിഞ്ഞു, എൻ്റെ കുടുംബക്കാർ പ്രിയപ്പെട്ടവരെല്ലാവരും പോയാലും ഈ കല്ലറയ്ക്ക് അപ്പുറത്തൊരാൾ എനിക്കുണ്ടാരാണത്? അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവമാണ്. എവിടം വരെ ദൈവം നമുക്ക് നിൽക്കും? എൻ്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുന്നതു വരെ. ടിൽ ദാറ്റ് ടൈം. അതാണ് പറയുന്നത് ബൈബിളിൽ, ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. സിമിത്തേരി വരെയല്ല ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ചിലരെങ്കിലും പറയും, അങ്ങനല്ല, ഞങ്ങളുടെ സ്നേഹമൊക്കെ സത്യമാണ്. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് ഒരു 30 വയസ്സിൽ താഴെ, വിവാഹം കഴിഞ്ഞിട്ട് 4-5 വർഷം, 2 മക്കൾ, പൊടിക്കുഞ്ഞുങ്ങൾ. ഭാര്യയെ രാജ്ഞിയെ പോലെയാണ് കൊണ്ടു നടന്നത്. വലിയ പൈസക്കാരനൊന്നുമല്ല, അയാൾ കൂലിവേലയ്ക്ക് പോകുന്ന ആളാണ്. പക്ഷെ ഭാര്യയെ കണ്ടാൽ അവർക്ക് ഏതോ വലിയ വീട്ടിലെ ആരോ ഭാര്യയാണെന്ന് ഓർക്കും, നമ്മൾ തോന്നും. ഇയാളൊന്നും ഇയാളുടെ ഭാര്യ അല്ല, ഇത് വേറെ ഏതോ വലിയ വീട്ടിലെ കൊച്ചാണ് നമുക്ക് തോന്നും. അങ്ങനെയാണ് ഈ മനുഷ്യൻ ഇദ്ദേഹം സ്വന്തം ഭാര്യയെ കൊണ്ടു നടന്നിരുന്നത്.
എനിക്ക് തോന്നുന്നില്ല അവരൊരിക്കലും വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് എന്നൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്ര ഗ്രാൻഡായിട്ടാണ്. ആ മനുഷ്യൻ്റെ ഷർട്ട് ചിലപ്പോൾ അല്പം പഴകിയായിട്ടിരുന്നാലും വൈഫിനെ കണ്ടാൽ ആര് ശ്രദ്ധിക്കും? അത്ര നല്ല ഡ്രസ്സാണ് എല്ലാ ദിവസവും എല്ലാം കൊടുത്ത് അത്ര സൂപ്പറായിട്ടാണ് കൊണ്ടു നടന്നത്. പക്ഷെ ഒരു ദിവസം പകലയാൽ ജോലിക്ക് പോയ സമയത്ത് പെട്ടെന്ന് മരിച്ചുപോയി. ആക്സിഡൻറ്റ് മരിച്ചുപോയി. രാവിലെ 8:30 ആയപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പോയതേ ഉള്ളൂ. 10 മണിക്ക് ശേഷം വീട്ടിൽ അറിയുന്നു ആൾ മരിച്ചു. ബോഡി മെഡിക്കൽ കോളേജിലെത്തി. രാവിലെ വീട്ടിൽ നിന്ന് പോയ ആളാണ് മരിച്ചു. അന്ന് ഈ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തനി ഭ്രാന്തിയെ പോലെയായിരുന്നു. ഭ്രാന്തി, നോർമലല്ല, അലറുന്നു, കരയുന്നു. അത് കണ്ടു നിന്നവർക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ശവസംസ്കാരത്തിൻ്റെ സമയമായപ്പം എത്ര പേരാണെന്നറിയോ വട്ടം പിടിച്ച് നിന്നത്. അതൊന്നും ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു ആ സമയമൊക്കെ. ഭീകരമായൊരു അന്തരീക്ഷം. ആയിരക്കണക്കിന് ആളുകൾ ആ ശവസംസ്കാരത്തിന് പള്ളിയിൽ വന്നത് ആ വീട്ടിലൊക്കെ. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിച്ചു. ഞാനൊരു ദിവസം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ കൂടെ ഒരു ആൾട്ടോ കാറിൽ പോകുന്നത് ഞാൻ കണ്ടു. ഒരു വ്യത്യാസവും മുഖത്തിൽ, ഒരു വിഷമവും മുഖത്തില്ല. അവർ തമ്മിൽ AC ഇട്ടാണ് പോകുന്നത്. ഫുൾ ഗ്ലാസ് കയറ്റിയിട്ടിട്ടുണ്ട്. പകലാണ്. എന്തോ പറഞ്ഞ് നല്ല ചിരിച്ച് സംസാരിച്ചുകൊണ്ടാണ് പോണത്. ആ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത ഞാൻ, എൻ്റെ മനസ്സ് പോയി 1 വർഷം മുമ്പ് ഒത്തിരി ഭ്രാന്തിയെപ്പോലെ കരഞ്ഞയാൾ 1 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരാളോടൊപ്പം സുഖമായി ജീവിക്കുന്നു. അന്ന് കരഞ്ഞതോ? അതാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ്റെ സ്നേഹം. മനുഷ്യൻ എത്ര പ്രിയപ്പെട്ടവരായി കണ്ടതിനെയും പതുക്കെ പതുക്കെ മറക്കും. ആരായാലും മറക്കും. പണ്ട് വിഷമിച്ച പോലല്ല, പിന്നെ ഇച്ചിരിച്ചേ കുറഞ്ഞ് നോർമലാവും. ഓർക്കുമ്പോൾ ഒരു വിഷമം വരും, അത്രേ ഉള്ളൂ. അതാണ് മനുഷ്യൻ, അതാണ് ഭാര്യ, അതാണ് ഭർത്താവ്, അതാണ് എല്ലാവരും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും, ബാക്കി പറഞ്ഞ്, അസ്തമിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, ദൈവത്തെക്കാൾ കൂടുതലായി ആരെയും സ്നേഹിക്കരുത്. മനുഷ്യൻ നമ്മളോട് പിണങ്ങും, ദൈവം ഒരിക്കലും നമ്മളോട് പിണങ്ങില്ല. ഇത്രയും കനമുള്ള പുസ്തകമല്ലേ ബൈബിൾ. എവിടെയെങ്കിലും ദൈവം പിണങ്ങിയെന്ന് എഴുതിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളി വരെ 1 മാസത്തിനകം 10 ദിവസം പിണങ്ങിയല്ലേ? എത്ര ദിവസം മുഖം വീർപ്പിച്ചിരുന്നു. പക്ഷെ ദൈവം ഒരിക്കലും ഒരാളെ ഓർത്ത് പിണങ്ങില്ല. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്, ഒരിക്കലും അസ്തമിക്കുകയില്ല. ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദൈവത്തോടുള്ള ബന്ധം കളയരുത്. ഈ ബന്ധമാണ് എൻ്റെ അനുഗ്രഹം. ഈ ബന്ധമാണ് നമ്മുടെ ധൈര്യം. ഈ ബന്ധമാണ് നമ്മളുടെ ശക്തി. ഈ ബന്ധമാണ് നമ്മളുടെ എല്ലാ നന്മയുടെയും ഉറവിടം. ഈ ബന്ധം. അതുകൊണ്ടാണ് ഈ പാട്ട് എഴുതി ആരാന്നറിയത്തില്ല, പക്ഷെ എഴുതിയ ആൾ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിരിയാനാകരുതേ ഈ ബന്ധം. എത്ര നാൾ? മരണം വരെയും. മരണം വരെ, മരിക്കുന്നവരെ, ജീവനുള്ളിടത്തോളം കാലം, മരിച്ച് പെട്ടിക്കകത്ത് വെക്കുന്ന അത്രയും കാലം പിണങ്ങിപ്പോകാൻ ഇടയാകരുതേ. പിരിയാനാകരുതേ ഈ ബന്ധം. മറക്കാനാകരുതേ ഈ ബന്ധം. ആ ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധം. അതൊരിക്കലും ബന്ധനമാകാത്ത ബന്ധനമാണ്. ഹല്ലേലൂയ. നമുക്ക് പലരോടും നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ നമ്മൾ കാണുന്നത് തന്നെ നമുക്ക് വെറുപ്പാണ്. ആ ബന്ധം ഇപ്പോൾ ബന്ധനമാണ്. എന്നിട്ട് നമ്മളിപ്പോൾ പറയുന്നു അയാളോട് ബന്ധം വേണ്ടായിരുന്നു. ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു. ആ നമ്പറിൽ ഒരു മെസ്സേജ് പോലും അയക്കാൻ കിട്ടത്തില്ലാത്ത വിധത്തിലാക്കി. അയാളെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. അയാൾ ആ ടൗണിൽ അവിടെ നിൽക്കുന്നു എന്ന് കണ്ടാൽ ഞാൻ ഇങ്ങനെ ഇതിലേ അങ്ങ് മാറി അങ്ങ് പോകും.
നല്ല ബന്ധമായിരുന്നു, ഒരു വീട്ടിലെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ബന്ധനമായി. ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും ബന്ധനമാകില്ല. അത് നമുക്കെന്നും അനുഗ്രഹത്തിന് കാരണമാകുന്ന ബന്ധമാണ്. ഹല്ലേലൂയ. നാലിനൊന്ന് പാടി കേട്ടാലോ? ഒന്ന് കേട്ടാ, ഒന്ന് പിരിയാനാകരുതേ. ഇതൊക്കെ ഒരു വലിയൊരു അഭിഷേകമുള്ളൊരു ഗാനമാണ്. ഇത് ചേർന്ന് പാടി നോക്കാം. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. ഒന്ന് ചേർന്നൊന്ന് പാടി നോക്കിയത്. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. എത്ര നാള് വേണം? പിരിയില്ലിനിയും മരണം വരെയും. പിരിയില്ലിനിയും തീരുമാനത്തോടെ പാടാമോ? മരണം വരെയും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ദൈവത്തോടുള്ള ബന്ധം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. യെശയ്യാ 40:31. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചു നോക്കിക്കുക. ആ വാക്യം കിട്ടിയവരൊന്നുറക്കെ വായിക്കാമോ? എന്നാൽ ശ്രദ്ധിച്ചു നോക്കണം. പണത്തിൽ ആശ്രയിക്കുന്നവരെന്നാണോ, ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരെന്നാണോ, വേറെന്തിനെങ്കിലും ആശ്രയിക്കുന്നവരെന്നാണോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നാണോ ഈ പുസ്തകത്തിൽ എഴുതിയത് എന്ന് ഒന്നും കൂടെ നോക്കിയിട്ടൊന്ന് വായിക്കാമോ? എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും. വീണ്ടും എന്തു പ്രാപിക്കും? ശക്തി പ്രാപിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളെല്ലാവരും മലയാളമൊക്കെ അധികം പറയുന്നില്ലെങ്കിലും എന്തിനാ അതിനകത്ത് വീണ്ടും എന്ന് എഴുതിയിരിക്കുന്നത്? വീണ്ടും എന്നൊരു വാക്കില്ലെങ്കിൽ എങ്ങനെ എഴുതിയത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ നോക്കിയിട്ട് അതിനകത്ത് വലിയ തെറ്റൊന്നും കണ്ടില്ല. പിന്നെ എന്തിനാണ് ഒരു വാക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്? വീണ്ടും വീണ്ടും. എന്താണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കുമെന്ന് എഴുതിയ പോരെ വീണ്ടും എന്ന് എഴുതിയിരിക്കുന്നത്? എന്താ? എത്ര പരാജയപ്പെട്ട ഒരാളാണോ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, അയാൾ വീണ്ടും രക്ഷപ്പെട്ടിരിക്കും. അതാണ് വീണ്ടും. ഒരിക്കൽ അങ്ങ് തോറ്റുപോയി. എന്നാൽ ദൈവത്തിലാണോ നീ ആശ്രയിക്കുന്നത്, വീണ്ടും കയറി വരും. അതാണ് വീണ്ടും. ഒരിക്കൽ തോറ്റുപോയാൽ നമ്മുടെ വീട്ടുകാർ, നാട്ടുകാരെല്ലാം പറയും ഇനി നീ രക്ഷപ്പെടത്തില്ല. അങ്ങനെ എടുത്ത് ചാട്ടി അത് പറയും, നീ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, നിന്റെ കാര്യമൊക്കെ പോക്കാം, ഇനി എവിടെ രക്ഷപ്പെടുന്ന എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ എന്ത് ചെയ്യും? വീണ്ടും. അതാരോട് പറഞ്ഞതാ? ഈ കസേരയെ കൂടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടുമാണ് ദൈവം പറഞ്ഞത്. നീ വീണ്ടും ശക്തി പ്രാപിക്കും, നീ വീണ്ടും രക്ഷപ്പെടും, നിനക്കൊരു നല്ല കാലം വീണ്ടും ദൈവം തരും. ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. വീണ്ടും നിനക്കൊരു നല്ല ശുശ്രൂഷയുണ്ട്, നല്ലത് നിന്റെ ജീവിതത്തിൽ വരും. ദൈവം അനുഗ്രഹിക്കും വീണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരിക്കൽ കൂടി ഒരുക്കിയൊന്ന് ആ വാക്യം ഒന്ന് വായിച്ചാലോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഒരു കാര്യമാണത്. നമ്മൾ ദൈവത്തെ ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ പോവാണ്. ദൈവത്തെ ആരെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ആരാന്നറിഞ്ഞാൽ മതി. ആ അറിവാണ് നിങ്ങളുടെ രക്ഷ, ആ അറിവാണ് നിങ്ങളുടെ ഭാഗ്യം. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനികളാണെങ്കിലും നമുക്ക് അവരും ഇവരും ഒക്കെ പറഞ്ഞ ദൈവത്തെക്കുറിച്ച് അറിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഒത്തിരി പേർക്ക് പേടിയാണ്.
നമ്മൾ വിചാരിച്ചിരിക്കുന്ന ദൈവം വടിവെട്ടി തല്ലുന്ന ദൈവമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അടിച്ച് റോട്ടിൽ കൂടെ ഓടിക്കുന്ന ദൈവമാണെന്നൊക്കെ പറയാം. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതാണ് ദൈവത്തിന്റെ സ്വഭാവം, ക്യാരക്ടർ. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം, ക്യാരക്ടർ? എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ക്യാരക്ടറാണ്. നിങ്ങളുടെ സ്വഭാവമാണ്. ദൈവത്തിനൊരു സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്വഭാവമാണ് അനുഗ്രഹിക്കുന്ന സ്വഭാവം. എന്ത് സ്വഭാവം? ഇത് ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാം, നല്ലതേ വിശ്വസിക്കാവുള്ളൂ, എല്ലാം കയറി വിശ്വസിക്കരുത്. രക്തസ്രാവക്കാരിയോട് യേശു പറഞ്ഞത് എന്നതാ? നിന്റെ വിശ്വാസം, ശരിക്കും നോക്കിക്കുക, അത് 3 കഷ്ണമായിട്ട് മുറിച്ചേ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നാണോ, രക്ഷിക്കും എന്നാണോ? അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ വിശ്വസിക്കുകയാണ്, ഓ എൻ്റെ കാര്യമൊന്നും നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. നിന്റെ വിശ്വാസം അതാ. ഞാൻ രക്ഷപ്പെടുകയൊന്നുമില്ല, അതിന് ഞാൻ നശിച്ച ഒരു വീട്ടിലാണ് ജനിച്ചത്, എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒന്നും കൊള്ളത്തില്ല, എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നില്ല, എന്നെ കാണാനും കൊള്ളത്തില്ല, എനിക്കൊരു ഭാഗ്യമില്ല. ഇതാണ് നിന്റെ വിശ്വാസമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ വിശ്വസിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടും, ഞാൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും, എനിക്കൊരു നല്ല ജീവിതം ദൈവം തരും. അതാണോ നീ വിശ്വസിക്കുന്നത്? അത് നീ അനുഭവിക്കും. ഹല്ലേലൂയ. എല്ലാവരും അത് ഓർത്തോണം കേട്ടോ. ചുമ്മാ എന്തേലും കയറി വിശ്വസിച്ചിട്ട് എനിക്കെന്നും കട്ടകാലമാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. എന്നും കരയാനേ നേരം ഉണ്ടാവുള്ളൂ. ഒത്തിരി പേര് അങ്ങനെയാ, എൻ്റെ കാര്യമൊന്നും ശരിയാകുകയല്ലെന്ന് പറഞ്ഞ് തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. 99 വയസ്സ് വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മരിച്ചും പോകും. നല്ലത് വിശ്വസിക്കുക, നല്ലത് വിശ്വസിക്കാൻ പഠിക്കുക. ദൈവം നമ്മൾ, സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നല്ല വാർത്ത. നീ രക്ഷപ്പെടത്തില്ല, നിനക്ക് പ്രശ്നമുണ്ട്, നിന്റെ എല്ലാം പ്രശ്നമാണ്, എന്തോ ഒരു ശാപം കിടപ്പുണ്ട്. ഇത് സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ലത്. ഒരു വീട്ടിൽ ചെന്നാൽ യേശു എന്തു പറയണമെന്നാണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഈ വീടിന് സമാധാനം, അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഈ വീടിന് എന്തൊക്കെയോ ബന്ധനമുണ്ട്. ഒരു ദേവി കുളിക്കാൻ പോകുന്ന ഇതിനകത്തൂടെയാണ്, പോക്കുവരവുണ്ട്, ആരോ കൂടോത്രം ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് പറയാൻ ആര് പറഞ്ഞിട്ടില്ല? യേശു പറഞ്ഞിട്ടില്ല. യേശുവിന് എന്തു പറഞ്ഞു? ഏത് വീട്ടിൽ ചെന്നാലും ആരെ കണ്ടാലും നിനക്ക് ദൈവത്തിൽ നിന്നുള്ള സമാധാനം, നീ പറഞ്ഞത് ആ വീട്ടിൽ നിൽക്കും. നിന്റെ വിശ്വാസം എന്താണോ അത് നീ അനുഭവിക്കും. ഞാൻ നല്ലത് വിശ്വസിക്കാൻ പോവാണ്. ഇപ്പം ഞാൻ രക്ഷപ്പെടും, ഞാനത് അനുഭവിക്കും. നല്ലത് വിശ്വസിക്കാൻ നമ്മൾ തുടങ്ങുകയാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ച് കാണും. വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്തു ചെയ്യും? അതാ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഏതുപോലെ രക്ഷപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യം നോക്കിയേ. അവർ ആര്? അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ കേട്ടോ, അല്ലാതെ എല്ലാവർക്കും ബാധകമല്ല ഇത്. അവർ കഴുകന്മാരെ പോലെ. കഴുകന്മാരെ പോലെ. കഴുകൻ ചത്ത എലീനെയും ചത്ത പാമ്പിനെയും തിന്നുന്ന വൃത്തികെട്ട പക്ഷിയാണ്. ആ പക്ഷിനെ പിടിച്ച് ഇതിനകത്ത് കൊണ്ട് വച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ല പക്ഷിയുടെ പേര് ദൈവത്തിന് പറഞ്ഞു കൊടുത്തേനെ. വേണ്ട, ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ് നല്ല പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തേനെ. ഈ വൃത്തികെട്ട പക്ഷിനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. എനിക്ക് തോന്നുവാണ്. കഴുകൻ, പരുന്ത്, കാക്ക എല്ലാ ചത്തതിനെയും ചീഞ്ഞതിനെയും എല്ലാം വലിച്ചു പറിച്ച് കൊത്തി കീർത്തിനും. ആരും വീട്ടിൽ ഇണക്കി വളർത്തുന്ന ഒന്നല്ല എന്ത്? കഴുകൻ. എന്തിനാ ഇത് കൊണ്ടുവന്നത്? കഴുകന്മാരെ പോലെ ചിറകടിച്ച്, ഗൗരവമുള്ളൊരു വാക്കുണ്ട് അതിനകത്ത്. ഉയരും എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ. എൻ്റെ ബൈബിളിലുണ്ട്, നിങ്ങളുടെ ബൈബിളുണ്ടോ നോക്കി. ഉണ്ടോ? ഉയരും എന്നൊരു വാക്കുണ്ടോന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു വെച്ചോ കേട്ടോ. ഉയരും എന്ന ബൈബിളിലെ വാക്കാണ്. ഇന്നത് എന്നോടാ പറയുന്നത്. നീ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. മനസ്സിലെങ്കിലും ഒന്ന് പറഞ്ഞേ, ഉയരും. ആരാ പറഞ്ഞത്?
അപ്പുറത്തെ മെമ്പർ പറഞ്ഞതല്ല, പ്രസിഡന്റ് പറഞ്ഞതല്ല, MLA പറഞ്ഞതല്ല, ഇവിടുത്തെ മന്ത്രി പറഞ്ഞതല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ എൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയുവാണ്, നീ കഴുകനെ പോലെ ഉയരും. അത് വിശ്വസിക്കുന്നവൻ അത് അനുഭവിക്കും. വിശ്വസിക്കുമ്പോൾ ആ അനുഗ്രഹം എൻ്റെ കൂടെ എൻ്റെ പുറകെ വരും. അതാണ് വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠനത്തിൽ വളരെ വീക്കായിരുന്നു. ഒന്നിനും എനിക്ക് പഠിക്കാൻ കഴിവില്ലായിരുന്നു. ഇംഗ്ലീഷ് എന്ന വിഷയം എനിക്ക് അറിയത്ത് പോലുമില്ല. എന്താ സംഭവമൊന്നും എനിക്ക് ഒരു മാർക്കും കിട്ടുന്നില്ല. ഞാൻ ചോദ്യക്കടലാസ് കിട്ടുമ്പോൾ ആ ചോദ്യം തന്നെ എന്നെ എഴുതി വെക്കും. എൻ്റെ ഇംഗ്ലീഷിൻ്റെ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആ ചോദ്യക്കടലാസിൻ്റെ അവസാനത്തെ ചോദ്യമായിരിക്കും. രണ്ടാമത്തെ ചോദ്യം 5 മാർക്കിൻ്റെ ആണെങ്കിൽ പുറകിലുള്ള 5 ചോദ്യം ഞാൻ എഴുതി വെക്കും. പിന്നെ ഇഷ്ടം പോലെ സമയമുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് മുറിച്ച് എല്ലാം പെറുക്കി എല്ലാ വാക്കുകളും എഴുതി വെക്കും. ഇങ്ങനെ എഴുതി ആരും ഇന്ന് വരെ ജയിച്ചതായിട്ട് എൻ്റെ പരിചയത്തിലില്ല. തോറ്റിട്ട് ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ അത്ഭുതം. ഞാൻ ഇംഗ്ലണ്ടിൽ പോയി 3 പ്രാവശ്യം ധ്യാനിപ്പിച്ചു. ആര്? ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടെ രാജ്യമാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങൾ പോലും ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല. ആ രാജ്യത്ത് 3 തവണ പോയി ഞാൻ ആ നാട്ടിലുള്ള ജനങ്ങളെ ധ്യാനിപ്പിച്ചു, വചനം പറഞ്ഞു. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഉയരുമെന്ന് പറയാൻ കാരണം. ദൈവത്തെ അത്ര മുറുകെ പിടിച്ചോ കയറിപ്പോവും. അവൻ്റെ വിശ്വാസമാണ്. ഞാൻ ഒരു പ്രാവശ്യം പോലും അൾത്താരയിൽ കയറിയിട്ടില്ല. എൻ്റെ പള്ളിയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അൾത്താരയിൽ കയറിയിട്ടില്ല. സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾ 19 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 17 പേരും അത്യാവശ്യം പഠിക്കുന്നവരാണ്, 2 പേരും മണ്ടന്മാരാണ്. ഞാനാണ് ഒരാൾ, ഒരാൾ കൂടി ഉണ്ട്. അവൻ മടുത്തിട്ട് സെമിനാരിയിൽ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെട്ടു. അവൻ എന്നോട് ആകുന്ന പറഞ്ഞാൽ നമുക്ക് പോകാമെന്ന്. കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ മനസ്സിലാകാത്തതുകൊണ്ട് അച്ഛന്മാരുടെ വഴക്ക് അടി കേട്ട് മടുത്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ നല്ല മദ്യപാനമുണ്ട്, അവിടെ ചെന്നാൽ അടി കിട്ടും, ഇവിടെ ചെന്നാൽ അടി കിട്ടും. പിന്നെയും ഭേദം ഇവിടെയാണ്. ഇവിടെ ഭക്ഷണമെങ്കിലും ഉണ്ട്, വീട്ടിൽ ഭക്ഷണവും ഇല്ല. അവന് വീട്ടിൽ അത്യാവശ്യം ഇടത്തരക്കാരനാണ്. അവൻ പറഞ്ഞു, ഞാൻ നീ വേണേ വരുന്നുണ്ട് പൊക്കോളെ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ പോയാൽ അതിനേക്കാൾ വലിയ ഭ്രാന്ത് പിടിക്കും. എന്തായാലും ഭ്രാന്ത് പിടിക്കും, ചെറിയ ഭ്രാന്ത് പിടിക്കുന്നത് ഇവിടെയാണ്, അപ്പോൾ കുഴപ്പമില്ല, ഇതായിരിക്കും നല്ലത്. അങ്ങനെ അവിടെ നിന്നു. ഞാൻ നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരാളായി എത്രയോ പേരുടെ മുമ്പിൽ ഞാൻ നിന്നു. ഞാനിങ്ങനെ നിൽക്കുമെന്ന് എൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളും ഒരു കുഞ്ഞു പോലും ചിന്തിച്ചിട്ടില്ല. ഒരു കുഞ്ഞു പോലും ചിന്തിച്ചിട്ടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിൽ ഞാൻ അന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് നല്ലൊരു കാലം തരണം. എല്ലാവരുടെയും അവഗണനയും കുത്തുവാക്കും കളിയാക്കലും എല്ലാം കേട്ടും മടുത്തു. എനിക്ക് നല്ലതുപോലൊരു ശുശ്രൂഷയൊക്കെ തരണം, പ്രസംഗിക്കാൻ കഴിവ് തരണം, വചനം പ്രഘോഷിക്കാനുള്ള കഴിവ് തരണം. പ്രാർത്ഥിച്ച് മേടിച്ച ഒന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഈ അനുഗ്രഹം പ്രാർത്ഥിച്ച് മേടിച്ച, റോട്ടിൽ കൂടെ പോയപ്പോൾ വെറുതെ ദൈവം തന്നതല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി. അപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ആ കൗൺസിലിൻ്റെ അടുത്ത് പോകണം, അയാൾ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും കറക്റ്റായിരിക്കും. എന്നോട് പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. പിന്നെ അയാൾക്ക് വിഷമമാണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അയാൾ ഒന്നും പറഞ്ഞില്ല. എന്നോട് ആ വ്യക്തി പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. ഞാൻ പറഞ്ഞു എല്ലാം ശരിയാണ്, പിന്നെ ചുമ്മാ പുള്ളിക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഞാൻ ശരി സമ്മതിച്ചു. അപ്പം ഞാൻ ആഗ്രഹിച്ചു പോയത് അതൊന്നുമല്ല. ഞാൻ ആഗ്രഹിച്ചു പോയത് പ്രാർത്ഥിച്ചിട്ട് ആ മനുഷ്യൻ പറയും, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമെന്ന് പറയുമെന്നായിരുന്നു എൻ്റെ ചിന്ത. അതുമാത്രം പറഞ്ഞില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ബ്രദർ, അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അത് ഞാൻ കാണുന്നില്ലെന്ന്. എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ധൈര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഞാനിവിടെ നിൽക്കുന്നു? അയാൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഈ കൃപ കണ്ടില്ല? അതായത് എല്ലാവരോടും പറയാം, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കൗൺസിലിങ്ങിന് പോയിട്ട് ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. നമുക്ക് അയാൾ കണ്ടില്ലെങ്കിലും കണ്ടാലും ദൈവത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റും. പ്രാർത്ഥിച്ചത് മേടിച്ചെടുക്കണം.
ആരാധിച്ചത് മേടിച്ചെടുക്കണം. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ബൈബിൾ തുറന്നു വെച്ചത് മേടിച്ചെടുക്കും. എനിക്കിത് വേണം, എനിക്കിത് അത്യാവശ്യമാണ്, ഇതുകൊണ്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളത് അതാണ് ഈ മേടിച്ചെടുക്കുന്ന അനുഗ്രഹമാണിത്. അയാൾക്ക് നല്ല കൃപയുള്ള ആളായിരിക്കും, പക്ഷെ അയാൾ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ഈ സംഭവം കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും അയാൾ വചനം പ്രസംഗിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം പ്രാർത്ഥനയും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഉയരും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ പറ്റും. എല്ലാവർക്കും പറ്റും. അപ്പൊ എൻ്റെ കൂടെ അന്ന് ഈ വാട്സപ്പ് ഒന്നും ഇത്രയും സുലഭമല്ല. അപ്പൊ എൻ്റെ കൂടെ സെമിനാരി പഠിച്ച് 19 പേരുണ്ട്. അതിൽ മണ്ടനാന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടല്ലോ. അവൻ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് ഈ നാട് വിട്ടു പോയത്, ഈ സെമിനാരിയിൽ നിന്ന് പോയി. അപ്പം എനിക്കിവനെ യാതൊരു ഇത് കോണ്ടാക്റ്റ്, എനിക്ക് നമ്പറില്ല. ഞാനവനെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചുമില്ല. എവിടെയാണെന്ന് അറിയത്തുമില്ല, ഒന്നും അറിയത്തില്ല. ഒരു പ്രാവശ്യം എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടു, നിനക്കെന്നെ മനസ്സിലായി ഞാൻ ഇന്നയാളാണ്. അപ്പം ഞാൻ അയാളുടെ ഫോട്ടോ ഉള്ള സ്ഥലത്ത് പ്രസ് ചെയ്ത് നോക്കി, ഇതാരാണ്. അപ്പോൾ പണ്ട് സെമിനാരി പഠിച്ച ആളാണ്. ഞാൻ ഉടനെ വോയിസ് മെസ്സേജ്, എവിടെയാണ്? അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ വിളിക്കട്ടെ. ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാ? അവൻ പറയും ജർമ്മനിയിലാണ്. പെട്ടെന്ന് എനിക്ക് പണ്ടത്തെ കാലം ഓർമ്മ. ഇംഗ്ലീഷ് അറിയാത്തവൻ വേറൊരു ഭാഷ പഠിച്ച് B1 B2 പഠിച്ച് ജർമ്മനി പോയി. എൻ്റെ വൈഫും ജർമ്മനിയിലാണ്. 5-6 ലക്ഷം സാലറി ഉണ്ട്, അവിടുത്തെ PR കിട്ടി. ഞാൻ എടുത്ത വായിൽ ചോദിച്ചു, നീ എങ്ങനെ അവിടെ എത്തി? ഇതിനേക്കാൾ വലിയവന്മാർ നോക്കിയിട്ട് പലർക്കും പറ്റിയിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചതൊരു കാര്യം പറയാനാണ്. സെമിനാരിയിൽ നിന്ന് പഠിക്കാൻ പറ്റാതിരുന്നവൻ അവനൊരു നിയോഗം വെച്ചു. എന്നാന്നറിയോ നിയോഗം വെച്ചത്? എനിക്ക് പഠിച്ച് രക്ഷപ്പെടാൻ കഴിയണം. അതിനുവേണ്ടി ഒരു വില കൊടുത്ത് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ജർമ്മനി സ്വപ്നം പോലും കണ്ടില്ല, ആ രാജ്യത്ത് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ ആ 2 പേരും ആ രാജ്യത്താണ്. എന്തിനെന്നെ വിളിച്ചെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ച് അന്ന് നേർന്നായിരുന്നു, എനിക്ക് ജർമ്മനിയിൽ പോയി അല്ല ഇന്ന രാജ്യത്ത് പോയി പറ്റുവാണെങ്കിൽ എനിക്ക് ശമ്പളമൊക്കെ ആകുമ്പോൾ ഏറ്റവും പാവപ്പെട്ട ഒരാളെ ഞാൻ ഈ രാജ്യത്ത് എത്തിച്ചുകൊള്ളാം. ഏറ്റവും പാവപ്പെട്ട ഒരാളെ ഞാൻ എൻ്റെ ഫുൾ ചെലവിൽ. എന്നെ വിളിച്ചത്, നീ വയനാട്ടിലല്ലേ, അവിടെയൊക്കെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരില്ലേ, നിനക്ക് സത്യസന്ധമായി ഏറ്റവും അർഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരാളെ കൊണ്ടുപോവാം, ഞാൻ ആ ഫുൾ ചെലവിൽ ഈ രാജ്യത്ത് കൊണ്ടുവന്നോളാം, പൈസ മുടക്കണ്ട, ബാക്കി എല്ലാ കാര്യവും അവർ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വളരെ അടുത്തുള്ള ഒരു കുടുംബം, കൂലിവേലയ്ക്ക് നടക്കുന്ന കുടുംബം. ആ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ജർമ്മൻ പഠിച്ചു, പക്ഷേ വിദേശത്ത് പോകാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾ വഴി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തെ എനിക്ക് മനസ്സിലായി, അർഹിക്കുന്ന ഒരാളാണ്. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു. എന്തായാലും ഇന്ന് ആ വ്യക്തി ആ വീട്ടിൽ നിന്ന് ജർമ്മനിയിലാണ്. ആ മനുഷ്യൻ ജർമ്മനിയിൽ ആ കൊച്ചിനെ കൊണ്ടുപോകാൻ കാരണം അവനൊന്നുമില്ലാത്ത കാലത്ത് അവൻ നേർന്നതാണ് ദൈവത്തോട്, എനിക്കൊരു നല്ല കാലമെന്ന് നല്ലൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ഞാൻ ആയിരിക്കുന്ന രാജ്യത്ത് ഏറ്റവും പാവപ്പെട്ട ഒരാളെ ഞാൻ കൈപിടിച്ചുയർത്തി അവിടെ കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ചിറകടിച്ച് അവൻ എവിടെയാ നാളെ ഒന്നും പറയാൻ പറ്റത്തില്ല അവൻ്റെ കാര്യം, അവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇത് പ്രസംഗമായിട്ട് എടുക്കരുത് കേട്ടോ, കുറച്ച് കാര്യങ്ങളാണ്, ഉപകാരപ്പെടും എപ്പോഴും. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കുമ്പം, വിളക്കോ തിരിയോ ഒക്കെ കത്തിച്ചു വെച്ചാൽ, സന്ധിക്ക കത്തിച്ചു വെക്കുന്നെങ്കിൽ എന്തു വരും ആ വിളക്കിൻ്റെ അടുത്തേക്ക്? കുറേ പ്രാണികൾ. എല്ലാത്തിനും എന്തുണ്ട്? ചെറിയ ചിറകുള്ള പ്രാണികളാണ്. ഈ വിളക്കിൻ്റെ അടുത്ത് വന്നേച്ച് ഇങ്ങനെ കറങ്ങും. ചില സമയത്ത് എന്ത് പറ്റും? അതിൻ്റെ ചിറക് ഈ തീയെ തട്ടി അങ്ങ് പോവും. എവിടെ വീഴും? ആ വിളക്കിൻ്റെ ചോട്ടി കിടക്കും, ചാകത്തില്ല. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കും, പറക്കാൻ നോക്കും, പക്ഷെ ഒരു ചിറകില്ല. അത് ആ തീയുടെ ചൂടിൽ അത് ഉരുകിപ്പോയി, അല്ലെ അത് പോയി. ഇനി ആ പ്രാണി പറക്കുവോ ഇല്ലയോ? ആ പ്രാണി അവിടെ വീണ് കിടക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന പല്ലി വന്നേച്ച് അതിനെ തിന്നും. അതിൻ്റെ ജീവിതം ആ വിളക്കിൻ്റെ ചുവട്ടിൽ തീരും.
അതൊരു പ്രാണിയുടെ കാര്യം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനാണ് ആ പ്രാണിയുടെ സ്ഥാനത്തെങ്കിലോ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് വന്നത്. പക്ഷെ എൻ്റെ ചിറക് കരിഞ്ഞുപോയി. ഞാൻ വിചാരിച്ച ഒരാളല്ല എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ മക്കളുമല്ല, ഒന്നും ഞാൻ കണക്ക് കൂട്ടിയതുപോലല്ല. എൻ്റെ ചിറക് കരിഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരു പല്ലിയും പിടിച്ച് വിഴുങ്ങിയല്ല. ചിറക് കരിഞ്ഞാലും ബൈബിൾ പറയുന്നു അവൻ ചിറക് അടിച്ച് ഉയരും. അപ്പോൾ എവിടുന്ന് ചിറക് വരും? ദൈവഭക്തന് പറക്കാനുള്ള ചിറക് ദൈവം കൊടുക്കും അവൻ്റെ പ്രാർത്ഥനയിൽ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാം, ഇത് സത്യമാണിത്. ദൈവഭക്തൻ അവൻ്റെ ചിറക് കരിഞ്ഞാലും, എന്ത് ചിറകായിക്കോട്ടെ, അവൻ ദൈവഭക്തനാണോ, അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് പറക്കാനുള്ള ചിറക് കൊടുക്കും. അവൻ വീണ്ടും പറന്നു പോകും. നിങ്ങൾ എട്ടുകാലി വല കണ്ടിട്ടുണ്ടാവും. എട്ടുകാലി അതിങ്ങനെ റൗണ്ടിലാണ് എട്ടുകാലി ഉണ്ടാക്കി വെക്കുന്നത്. പറന്നു പോകുന്ന പ്രാണി എവിടെ ചെന്ന് ചാടും? ഈ വല അവിടെ പോയിരിക്കും. ഇതേന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതനുസരിച്ച് കുടുങ്ങുമോ രക്ഷപ്പെടുമോ? കുടുങ്ങി 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 അവസാനം ഇത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇത് കുടുങ്ങിപ്പോവും. എട്ടുകാലി വന്നേച്ച് ഇതിനെ ബോൾ പോലെ ഇട്ട് തട്ടിക്കളിക്കും. എട്ടുകാലി ആ ഇലയുടെ അടിയിൽ നിന്ന് ഓടി വന്നേച്ച് ഒരു പിള്ളേര് ബോൾ തട്ടുന്നത് പോലെ ഒരു ഒറ്റ തട്ടലുണ്ട്, ഉരുട്ടുണ്ട്. ഉരുട്ടി അതിനെ ഒരു വാലയ്ക്കകത്താക്കി വെക്കും. എന്നിട്ടൊരു സൂചി പോലെ ഒരു സാധനം കുത്തി ഇറക്കി അതിൻ്റെ ഉള്ള ജീവൻ ഊറ്റി ഞാൻ കുടിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ എട്ടുകാലി വലയിൽ നിന്ന് വിടിച്ച് അതിനെ തള്ളിക്കളയും, ചണ്ടി പോലെ. എട്ടുകാലി വലയിൽ വീണ പ്രാണി ഒരു കാലത്തും രക്ഷപ്പെടില്ല. പക്ഷേ പ്രാർത്ഥനയുള്ളൊരു മനുഷ്യൻ ഇതുപോലൊരു കെണിയിൽ പോയി പെട്ടാലോ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലൊരു പ്രതിസന്ധിപ്പെട്ടാലോ, അവൻ്റെ ജീവിതം ചണ്ടി പോലാകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ അവൻ അതിനെ പൊട്ടിച്ച് അതിൽ നിന്ന് മറികടന്ന് കയറിപ്പോകും. അതാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വായിച്ചേ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിറകടിച്ചുയരും. ഒത്തിരി പറയാനുണ്ട് ഈ വിഷയം. ഇത് മാത്രം മതി നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ. ഒരു വചനം മതി, ഒരുപാടൊന്നും കേൾക്കണ്ട, ഒരുപാടൊന്നും നമ്മുടെ തലയിൽ കയറ്റി വെക്കണ്ട അനുഗ്രഹിക്കപ്പെടാൻ. ഒറ്റ വചനം മര്യാദയ്ക്ക് സത്യസന്ധമായി അറിഞ്ഞാൽ മതി. ആ വചനത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് ദൈവവചനം അറിഞ്ഞതുകൊണ്ടാണ്. ദൈവവചനം അറിഞ്ഞു, എല്ലാം ഒന്നും അറിയത്തില്ല. എനിക്ക് കിട്ടിയ വചനം ശരിക്കും അരിച്ചു പെറുക്കി പഠിച്ചു. ഇതിനകത്ത് ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുഗ്രഹം എനിക്കും കൂടെ ഉള്ളതാണ്. അരിച്ചു പെറുക്കി പഠിച്ചു. അപ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായത്, അനുഗ്രഹമായി മാറിയത്. ഇന്ന് മറ്റൊരാൾക്ക് അത്ഭുതമാകത്തക്ക വിധം ഞാൻ നിൽക്കാൻ കാരണം ദൈവവചനം അറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങളും ദൈവത്തിൻ്റെ വചനം അറിയണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓടരുത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വ്യഗ്രത കൊണ്ട് ഓടരുത്. 5 മിനിറ്റ് 10 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിക്കണം. അതേന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ജീവിതം. എല്ലാ ട്രെയിനിൻ്റെ മുമ്പിലും എൻജിൻ കമ്പാർട്ട്മെൻറ്റാണ് ഫ്രണ്ടിൽ. അതിലെല്ലാം കൊളുത്തിയാണ് വച്ചിരിക്കുന്നത്. ഫുൾ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒറ്റ എൻജിൻ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ആ എൻജിനാ ഇതിനെല്ലാം വലിച്ചോണ്ട് ഇവിടുന്ന് എവിടം വരെയും കൊണ്ടുപോകണത്. ആണോ അല്ലയോ? ജീവിതത്തിനും വേണം എൻജിൻ കമ്പാർട്ട്മെൻറ്റ്. എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ആയാൽ ദൈവത്തോടുള്ള ബന്ധമാണ്, ആ പ്രാർത്ഥനാ ജീവിതമാണ് ഈ എൻജിൻ. അതിലെല്ലാം കണക്റ്റഡാ. ഇനി കമ്പാർട്ട്മെൻറ്റ് എത്ര മിടുക്കനാന്ന് പറഞ്ഞാലും എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ ആ പാളത്തെ കിടക്കും, എങ്ങോട്ടും പോകത്തില്ല, അവിടെ കിടക്കും ചത്ത പോലെ. പലരും ജീവിതത്തിൽ രക്ഷപ്പെടാത്ത, കഴിവുണ്ടായിട്ടും രക്ഷപ്പെടാത്തത് ഈ ഒരു ബന്ധമില്ല, ഈ ഒരു കണക്ഷൻ ഇല്ല. നമ്മളിന്ന് ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുക, 2 ദിവസം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് നല്ലൊരു ബന്ധത്തിൽ കുറച്ചുകൂടി ആഴപ്പെടാനാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.